ഓപ്പറേഷൻ തുഫാൻ ലഹരി മാഫിയയുടെ വേരറക്കുന്നത് വരെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. പോലീസിൽ ഇതിനുവേണ്ടി പ്രത്യേക നാർക്കോട്ടിക് സംവിധാനം ഉണ്ടാക്കുകയാണ്. അവർക്ക് ആവശ്യമായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും അതോടൊപ്പം തന്നെ വാഹനങ്ങളും മറ്റ് സൗകര്യങ്ങളും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഈ ഓപ്പറേഷൻ തുഫാൻ. എല്ലാ MP-മാരും MLA-മാരും എല്ലാ ജനപ്രതിനിധികളും ഇതിനോട് സജീവമായി തന്നെ കർണാടക, തമിഴ്നാട്, ആന്ധ്ര, പോണ്ടിച്ചേരി, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർ കത്തയച്ചു. ഞാൻ ഓരോരുത്തരെയും നേരിൽ കാണുന്നുണ്ട്. നമ്മൾ അവരുടെ എല്ലാ സഹായത്തോടെ കേരളത്തെ ഒരു സുരക്ഷിത സംസ്ഥാനമാക്കി മാറ്റാനാണ് നമ്മൾ. ഏതാണ്ട് 8,000-ഓളം ആളുകളെ 8,500-ഓളം ആളുകളെ ഇതുവരെ അറസ്റ്റ് ചെയ്തു. 7,000-ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഏതാണ്ട് 70 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് ഞങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. അങ്ങനെ വളരെ വിജയകരമായി തന്നെ ഇത് മുന്നോട്ട് പോവുകയാണ്. എല്ലാവരുടെയും സഹായം ഞാൻ 161 ഡിവൈഎസ്മാരെ മാറ്റിയിട്ടുണ്ട്. ഓരോരുത്തരുടെയും ജാതകം എനിക്ക് പരിശോധിക്കാൻ പറ്റില്ല. പരാതിയല്ല. ഓപ്പറേഷൻ തുഫാൻ ലഹരി മാഫിയയുടെ വേരറക്കുന്നത് വരെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. പോലീസിൽ ഇതിനുവേണ്ടി പ്രത്യേക നാർക്കോട്ടിക് സംവിധാനം ഉണ്ടാക്കുകയാണ്. അവർക്ക് ആവശ്യമായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും അതോടൊപ്പം തന്നെ വാഹനങ്ങളും മറ്റ് സൗകര്യങ്ങളും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഈ ഓപ്പറേഷൻ തുഫാൻ. എല്ലാ MP-മാരും MLA-മാരും എല്ലാ ജനപ്രതിനിധികളും ഇതിനോട് സജീവമായി തന്നെ സഹകരിക്കുന്നുണ്ട്. ഇന്ന് കാസർഗോഡ് അതിലൊരു പരിപാടി കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാകും. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഒരു മനസ്സോടുകൂടി നടത്തുന്ന ഈ ജനകീയ മുന്നേറ്റം വലിയ തോതിലുള്ള ചലനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കർണാടക, തമിഴ്നാട്, ആന്ധ്ര, പോണ്ടിച്ചേരി, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർ കത്തയച്ചു. ഞാൻ ഓരോരുത്തരെയും നേരിൽ കാണുന്നുണ്ട്. നമ്മൾ അവരുടെ എല്ലാ സഹായത്തോടെ കേരളത്തെ ഒരു സുരക്ഷിത സംസ്ഥാനമാക്കി മാറ്റാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പരിപാടികളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും ഈ കഴിഞ്ഞ ഒരു 54 ദിവസമാണ് ആയത്. 84 ദിവസത്തിനുള്ളിൽ പ്രതിജ്ഞയെടുത്തു. എല്ലാവരും സജീവമായി പ്രവർത്തനത്തിലാണ്. ഏതാണ്ട് 8,000-ഓളം ആളുകളെ 8,500-ഓളം ആളുകളെ ഇതുവരെ അറസ്റ്റ് ചെയ്തു. 7,000-ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഏതാണ്ട് 70 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് ഞങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. അങ്ങനെ വളരെ വിജയകരമായി തന്നെ ഇത് മുന്നോട്ട് പോവുകയാണ്. എല്ലാവരുടെയും സഹായം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വ്യാജ അല്ല, ശ്രദ്ധയും വന്നില്ല. ഞാൻ 4 ദിവസമായിട്ട് ഓഫീസിലില്ലായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കേസിനെ ഗൗരവപൂർവ്വം തന്നെ ആഭ്യന്തര വകുപ്പ് കാണും, പോലീസ് കാണും. അങ്ങനെ സംഭവം ഗൗരവമായി തന്നെ എടുക്കും, അന്വേഷിക്കും. ശക്തമായ നടപടി ആ കാര്യത്തിൽ സ്വീകരിക്കും. ഏതാ അല്ല, ഏതായാലും പരിശോധിക്കാതെ നമ്മളൊരു ഓരോ ഇൻസിഡൻറ്റ് എനിക്ക് കൂടുതൽ അറിയാൻ ഉള്ള പ്രയാസമുണ്ടല്ലോ. പെറ്റീഷൻ തന്നിട്ടുണ്ടെന്നല്ലേ അങ്ങ് പറഞ്ഞേ. അത് തീർച്ചയായിട്ടും പരിശോധിച്ച് നടപടി സ്വീകരിക്കും. കാസർഗോഡ് ജില്ലയുടെ ഒരു പ്രധാന പ്രശ്നം ഈ അതിർത്തി മേഖലയിലെ പോലീസ് സ്റ്റേഷൻ സമസ്യയാണ്. പൈവടിയിൽ ഒരു പോലീസ് സ്റ്റേഷൻ വേണമെന്നുള്ള കുറേ കാലത്ത് ആവശ്യമാണ്. പക്ഷെ അതിനൊരു നടപടി ഇതുവരെ ആയിട്ടില്ല. പൈവളിയിൽ ഒരു പോലീസ് സ്റ്റേഷൻ വേണമെന്ന് MLA AK അഷ്റഫ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ വെച്ച് എനിക്ക് നിവേദനം നൽകിയതാണ്. MP കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് എനിക്ക് നിവേദനം നൽകിയതാണ്. നമ്മളെ പോലീസ് സ്റ്റേഷൻ അനുവദിക്കുന്നത് 2-3 മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, കേസുകളുടെ എണ്ണം, പിന്നെ ഏരിയ, ജനസംഖ്യ, ഇതെല്ലാം നോക്കി വേണം തീരുമാനിക്കാൻ.
ഏതായാലും ഇതിനൊരു മുൻഗണന നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പ്രശ്നം പോലീസ് സ്റ്റേഷൻ നിൽക്കുന്ന അപ്പുറമാണ് ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്തൊരു ക്രൈം നടന്നു കഴിഞ്ഞാൽ പോലീസ് ഏറ്റുപെട്ടെന്ന് തുടങ്ങുമല്ലോ. എനിക്ക് എപ്പോഴും അടച്ചിരുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, പരിശോധിക്കാം. MP MLA എല്ലാവരും ഇത് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം തീരുമാനിക്കാൻ. അതുണ്ടോ എന്നുള്ളത് പരിശോധിച്ചിട്ട് തീരുമാനമെടുക്കും. വൈകവിളികയിൽ ഒരു പോലീസ് സ്റ്റേഷൻ വേണമെന്നുള്ളതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ കൂടി പരിശോധിച്ചിട്ട് വേണം ചെയ്യാൻ. ജില്ലാ പ്രസിഡന്റും വകുപ്പോലും CEO-ആയ VM ജമാല് ചില കോൺഗ്രസിന്റെ UDF-ന്റെ സ്ഥാനാർത്ഥികളെ സമീപിച്ചെന്നും EVM ഹാക്ക് ചെയ്യാൻ ജർമ്മൻ ഇറ്റാലിയൻ സാങ്കേതിക വിദ്യ ഉണ്ടെന്ന് അവരെ വിശ്വസിപ്പിച്ച് പണം കൈപ്പറ്റുന്നതായിരുന്നു. അത് UDF-ന്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചർച്ചയായി എന്നാണ് പുറത്തു വന്ന വിവരം. അങ്ങനെയൊന്നും ഇല്ല എന്നാണ് എന്നോട് UDF ചെയർമാൻ ഗോവിന്ദൻ നായർ എന്നോട് പറഞ്ഞത്. അങ്ങനെ അവിടെ ഒരു ചർച്ചയും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായില്ല. ആരെങ്കിലും പറഞ്ഞു കാണുമായിരിക്കും. പക്ഷെ അതൊന്നും എൻ്റെ ശ്രദ്ധയിൽ വരാത്തൊരു കാര്യമാണ്. MP കംപ്ലൈൻറ്റ് തന്നാൽ തീർച്ചയായിട്ടും അന്വേഷിക്കും. MP പരാതി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാം മുമ്പിൽ വെച്ച് MP ഹോം മിനിസ്റ്റർക്ക് പരാതി കൈമാറുകയാണ്. വടകര കാഫിർ വിവാദം പോലെ ഇതിൻ്റെ സമഗ്ര വശങ്ങളും അന്വേഷിക്കണം. ഇത് അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണെങ്കിൽ ആരോപണം മാധ്യമങ്ങൾ കൊടുത്തവരെ പിടിക്കണം. ഇത് ശരിയാണെങ്കിൽ ജനാധിപത്യം അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. നമ്മൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് ഈ ഹാക്ക് ചെയ്യുന്നതിനെതിരായിട്ട് ശക്തമായ പ്രക്ഷോഭണം രാഹുൽ ഗാന്ധി നയിച്ചതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഗൗരവമായി ഈ വിഷയം അന്വേഷിക്കണമെന്ന് ഞാൻ ഹോം മിനിസ്റ്റർക്ക് പരാതി കൊടുത്തു. എവിടെ വധശ്രമം? കാസർഗോഡ് ടൗൺ സ്റ്റേഷനിലെ ഗ്ലോബൽ ആദർശിക്കുകയും ബന്ധപ്പെട്ട ഒരു കഴിഞ്ഞ 2 ആഴ്ചയിലേറെയായിട്ട് ഈ പ്രതി കൊലപാതകമാണ്. കൊലപാതകം നടന്നു. ഞാനത് SP-യോട് അന്വേഷിക്കും. ശക്തമായ നടപടി എടുക്കാൻ ആവശ്യപ്പെടും. അതിന്റെ ഭാഗമായിട്ട് മേഖലയിലേക്ക് എത്തുന്ന ഡിവൈഎസ്പി നിലമ്പൂരിൽ ജോലി ചെയ്തു വരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ എത്തുന്നതിനെ കുറിച്ച് കോൺഗ്രസിന്റെ ആത്മഹത്യ തന്നെ ഒരു വിഭാഗം ആളുകളുടെ ഭാഗത്ത് വലിയ നീരസം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അമർഷം ഉണ്ടാക്കുന്നതിനുള്ള സൂചനകളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നത്. അതിന് പ്രധാന കാരണം പറയുന്നത് കല്ലൂട്ടി രക്തക്കൊലക്കേസ് നടക്കുന്ന സമയത്ത് അദ്ദേഹം വിശുഭൻ നായർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ബേക്കൽ പോലീസ് സ്റ്റേഷനിലെ CA ആയിരുന്നു. സന്ദർശനങ്ങളുടെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും കോൺഗ്രസിന്റെയും സംസ്ഥാന ജില്ലാ നേതാക്കൾക്കെതിരെ ഏറെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളടക്കം ചുമത്തിയിട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. അവരിപ്പോഴും അതിന്റെ ഭാഗമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതായി അത് ശ്രദ്ധപ്പെട്ടിരുന്നു. അങ്ങനെ പരാതി നോക്കാം. 161 ഡിവൈഎസ്പിമാരെ മാറ്റിയിട്ടുണ്ട്. ഓരോരുത്തരുടെയും ജാതകം എനിക്ക് പരിശോധിക്കാൻ പറ്റില്ല. പരാതി ഉണ്ടെങ്കിൽ നോക്കാം. അല്ല, അതിനെപ്പറ്റി ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇപ്പം ബഹുമാനപ്പെട്ട പാർലമെന്റ് അംഗം ശ്രീ ഉണ്ണിത്താൻ നൽകിയ പരാതി വളരെ ഗൗരവമുള്ളതായിട്ടാണ് അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചത്. തീർച്ചയായിട്ടും അതിനെപ്പറ്റി അന്വേഷിക്കും.